മെട്രിക്സസ് എന്ന ചാപ്റ്ററിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ആരെങ്കിലും കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടിട്ടില്ല എങ്കിൽ അവ കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അടുത്തായിട്ട് നമുക്ക് പ്രോബ്ലംസിലേക്ക് വരാം. ഫസ്റ്റ് പ്രോബ്ലം, ഇഫ് എ ട്രാൻസ്പോസ് ഇസ് ഇവിടെ എ ട്രാൻസ്പോസ് ആണ് തന്നിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, എ അല്ല, ഇങ്ങനെ മെട്രിക്സ് തന്നിരിക്കുന്നു. ബിയും ഒരു മെട്രിക്സ് തന്നിരിക്കുന്നു. ഇവിടെ നമുക്കറിയാം എ എന്ന് പറയുന്ന ഒരു 3/2 മെട്രിക്സ്, ബി എന്ന് പറയുന്നത് ഒരു 2/3 മെട്രിക്സുമാണ്. എ കാണാൻ പറയുന്നു. ഇതുപോലെ ഇത്ര ABCD 4 ഐറ്റം ഇത് വെരിഫൈ ചെയ്യാനായിട്ട് നമുക്ക് മിക്കവാറും പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് വെരിഫൈ ചെയ്യാനായിട്ട് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ കാണും. അപ്പോൾ ഈ വെരിഫൈ എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. നമുക്ക് ഓരോന്ന് നോക്കാം. ആദ്യമേ തന്നിരിക്കുന്നത് എ ട്രാൻസ്പോസ് ആണ് തന്നിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, എ അല്ല തന്നിരിക്കുന്നത് 3 4 -1 2 0 1 ആണ്. നമുക്ക് ആദ്യമേ പറഞ്ഞിരിക്കുന്നത് എ പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എ ഒന്ന് കാണാനാണ്. നമുക്കറിയാം എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ട്രാൻസ്പോസ് ആണ് എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സിൻ്റെ ഒരു ട്രാൻസ്പോസ് കൂടെ എടുത്തു കഴിഞ്ഞാൽ എ കിട്ടുമെന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളിപ്പോൾ 3 4 -1 2 0 1 എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ഒന്ന് എടുക്കുകയാണ്. ഇപ്പോൾ റോ ബിക്കംസ് കോളം ആകും. നമുക്കിതിനെ എങ്ങനെ എഴുതാം? 3 4 ഫസ്റ്റ് റോ 3 -1 2 0 1. അപ്പോൾ ഇതായിരിക്കും നമുക്ക് എ എന്ന് പറയുന്ന മെട്രിക്സ്. ഇതാണ് എ പാർട്ടിൻ്റെ ആൻസർ. ഇപ്പോൾ എ കാണാൻ പറഞ്ഞാൽ എ ട്രാൻസ്പോസ് എടുത്താൽ മതി. ഇനി രണ്ടാമത് ബി പാർട്ടാണ്. ബി പാർട്ട് നമ്മൾ പറഞ്ഞ് ബി ട്രാൻസ്പോസ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നു. ബി എന്ന് പറഞ്ഞാൽ തന്നെ -1 2 1 ഇതേ 1 2 3 ആണ്. അപ്പോൾ ബി ട്രാൻസ്പോസ് കാണാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കും. അപ്പോൾ എന്താണ്? -1 2 1 1 2 3 ഇതായിരിക്കും ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എ പാർട്ട് ബി പാർട്ട് നമുക്ക് ഉത്തരം കിട്ടി. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടിയിരിക്കുന്ന ഇതാണ്. എ എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് 3 -1 0 4 2 1 ഇത്രയാണ് എ എന്ന് പറഞ്ഞു. ബിയും ബി ട്രാൻസ്പോസ് നമുക്കറിയാം. ഇനി നമുക്ക് സി പാർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. വെരിഫൈ ദാറ്റ് എ പ്ലസ് ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. അപ്പോൾ നമുക്ക് ആദ്യമേ എ പ്ലസ് ബി എന്ന് നോക്കാം. സി പാർട്ടിൻ്റെ ആൻസർ എ പ്ലസ് ബി എന്താണെന്ന് നോക്കാം. എ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു 3 -1 0 4 2 1 ആണ്. ബി നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നെ തന്നിട്ടുണ്ട് 1 2 1 -1 2 1 1 2 3 ആണ്. നമ്മൾ ഇതിൻ്റെ സം എടുക്കുമ്പോൾ നമുക്കറിയാം കറസ്പോണ്ടിങ് എലമെൻസിൻ്റെ സം എടുത്താൽ 3 -1 എന്ന് പറയുമ്പോൾ 2 ആണ്. -1 + 2 എന്ന് പറയുമ്പോൾ 1 വരും. 0 + 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 4 + 1 5 ആണ്. 2 + 2 4 ആണ്. 1 + 3 4 ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് എ പ്ലസ് ബി കിട്ടിയിരിക്കുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എ പ്ലസ് ബി ട്രാൻസ്പോസ് ആണ്. അപ്പോൾ അതിൻ്റെ ട്രാൻസ്പോസ് കൂടെ നമുക്കൊന്ന് എടുക്കാം. എ പ്ലസ് ബി ട്രാൻസ്പോസ്. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ് എഴുതുമ്പോൾ 2 1 1 5 4 4 ഇതാണ് എ പ്ലസ് ബി ട്രാൻസ്പോസ്. ഇനി എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. അപ്പോൾ നമുക്ക് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ഒന്ന് നോക്കാം. എ ട്രാൻസ്പോസ് ഇവിടെ തന്നെ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് 3 4 -1 2 0 1 ആണ്. ബി ട്രാൻസ്പോസ് നമുക്ക് എഴുതാൻ അറിയാം -1 2 1 1 2 3 ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെ സം തന്നെ ഓരോന്ന് നോക്കാം. 3 -1 2 ആണ്. 4 + 1 5 ആണ്. -1 + 2 1 ആണ്. 2 + 2 4 ആണ്. 0 + 1 1 ആണ്. 1 + 3 4 ആണ്. നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ടുള്ളത് ഇക്വേഷൻ 1 ഉം 2 നോക്കിയാൽ റൈറ്റ് സൈഡ് സെയിം അല്ലേ? ഇതിൻ്റെ അർത്ഥം എന്താണ്? ഫ്രം 1 and 2 we get എ പ്ലസ് ബി ട്രാൻസ്പോസ് equal to എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. ഇതാണ് നമുക്ക് സി പാർട്ടിൻ്റെ ആൻസർ. അപ്പോൾ ഇതുപോലെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇനി അടുത്തായിട്ട് നമുക്ക് ഡി പാർട്ട് നോക്കാം. ഇതേപോലെ തന്നെ പ്ലസിന് പകരം മൈനസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എ മൈനസ് ബി ആണ് ആദ്യം കാണാൻ പറഞ്ഞിരിക്കുന്നത് ഡി പാർട്ട്. നമുക്ക് ആദ്യം എ മൈനസ് ബി എന്ന് കാണാം. എ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് 3 -1 0 ആണ്. 4 2 1. ബി എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് -1 2 1 1 2 3 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് കറസ്പോണ്ടിങ് എലമെന്റ്സ് സബ്ട്രാക്ട് ചെയ്താൽ 3 - of -+1 എന്ന് പറയുമ്പോൾ 4 വരും.
-1 -2 -3 വരും. 0 - 1 എന്ന് പറഞ്ഞാൽ -1 ആണ്. 4 - 1 3 ആണ്. 2 - 2 എന്ന് പറയുമ്പോൾ 0 വരും. 1 - 3 എന്ന് പറഞ്ഞാൽ -2 വരും. എനിക്ക് എലമെന്റ്സ് ഒക്കെ ശരിയില്ല. 3 + 1 4, -1 -2 -3 0 - 1 -1 4 - 1 3 2 - 2 0 1 - 3 -2. ഇതാണ് A - B. നമുക്ക് A - B യുടെ ട്രാൻസ്പോസ് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഇതിനെ ട്രാൻസ്പോസ് എഴുതുന്നത് എന്താണ്? 4 - 3 -1 3 0 -2. ഇത് നമുക്ക് ഇക്വേഷൻ 1 ആയിട്ട്. ഇത് നമുക്ക് റൈറ്റ് സൈഡ് ഇതാണ് A ട്രാൻസ്പോസ് - B ട്രാൻസ്പോസ് ആണ് വേണ്ടത്. അപ്പോൾ A ട്രാൻസ്പോസ് ഇവിടെ തന്നിട്ടുണ്ട് 3 - 3 4 -1 2 0 1 മൈനസ് B ട്രാൻസ്പോസ് നമുക്കറിയാം. B ട്രാൻസ്പോസ് -1 2 1 1 2 3 ആണ്. അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരുമെന്ന് നോക്കാം. 3 - -1 4 വരും. 4 - 1 3 വരും. -1 -2 -3 വരും. 2 - 2 0 വരും. 0 - 1 -1 വരും. 1 - 3 എന്ന് പറയുമ്പോൾ -2 വരും. അപ്പോൾ ഇത് ഇക്വേഷൻ 2 ആണ്. ഇത് ഇക്വേഷൻ 3 4 ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ 3 4 നോക്കിയേ, എല്ലാ എലമെൻസും സെയിം ആയിട്ട് നമുക്ക് എന്നാ പറയാൻ സാധിക്കും? A - B ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു A ട്രാൻസ്പോസ് മൈനസ് B ട്രാൻസ്പോസ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരും. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. A is equal to മെട്രിക്സ് 1 - 4 3 ആണ്. B is equal to -1 2 1 ആണ്. Verify that AB transpose is equal to B transpose A transpose. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് വരാം. രണ്ട് മെട്രിക്സ് എയും ബിയും തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം എ ബി എന്ന് പറയുന്ന പ്രോഡക്റ്റ് എന്ന് നോക്കാം. എക്ക് പകരം നമുക്ക് 1 - 4 3 എഴുതുന്നു. ബിക്ക് പകരം നമുക്ക് -1 2 1 എന്ന് എഴുതുന്നു. നമുക്കറിയാം ഇതൊരു 3/1 മെട്രിക്സ്, ഇത് 1/3 മെട്രിക്സ് ആണ്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അത് ആൻസർ എന്ന് പറയുന്ന ഒരു 3/3 മെട്രിക്സുമായിരിക്കും. അപ്പോൾ ഇത് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 1 കൊണ്ട് ഇതിൽ 1 × -1 -1 1 × 2 2 1 × 1 1 അത്. അപ്പോൾ ഒരു 3/3 മെട്രിക്സിലെ ആദ്യത്തെ റോയിലെ എല്ലാ എലമെൻറ്റ്സ്. ഇനി -4 കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ 4 -8 -4. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് -3 6 3 എന്ന് കിട്ടും. ഇതാണ് നമുക്ക് എ ബി ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി എ ബി ട്രാൻസ്പോസ് കൂടെ നമുക്കൊന്ന് നോക്കാം. എ ബി ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ -2 1 4 - 8 -4 -3 6 3 എന്ന് എഴുതാൻ സാധിക്കും. ഇതാണ് എ ബി ട്രാൻസ്പോസ് എന്ന്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോഡക്റ്റ് ഇവിടെ വന്നിട്ട് ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ തന്നെ ഇതാണ്. അതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ -1 2 1. എ എന്ന് പറയുമ്പോൾ ഇതാണ്. അതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ 1 - 4 3 ആണ്. അപ്പോൾ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഇത് ഒരു 3/1 മെട്രിക്സ്, ഇത് 1/3 മെട്രിക്സുമാണ്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ആൻസർ ഒരു 3/3 മെട്രിക്സ് വരും. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് വരുന്നത് നോക്കാം. അപ്പോൾ ഇതിനെ ഫസ്റ്റ് എലമെൻറ്റിനെ സെക്കൻഡ് എലമെൻറ്റ് തേർഡ് എലമെൻറ്റിനെ കൊണ്ട് ഫസ്റ്റ് റോ ആയ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -1 4 -3 എന്ന് കിട്ടും. അടുത്തത് 2 -8 6 എന്ന് കിട്ടും. 1 -4 3 എന്ന് കിട്ടും. ഇത് തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നതിലേക്ക് 1 -4 3 2 -8 6 -1 4 -3 എന്ന് കിട്ടും. അപ്പോൾ ഇത് ഫ്രം 1 and 2 രണ്ട് ഇക്വേഷനിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കും? ഫ്രം 1 and 2 എ ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതെല്ലാം വെരിഫിക്കേഷന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം.
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു കോസ് ആൽഫ സൈൻ ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ. വെരിഫൈ ദാറ്റ് A ട്രാൻസ്പോസ് A is equal to I. എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇവിടെ ഒരു മെട്രിക്സ് എ തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കോസ് ആൽഫ സൈൻ ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ, ഇങ്ങനൊരു മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. എ ട്രാൻസ്പോസിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഐ കിട്ടും, ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എ ട്രാൻസ്പോസ് എ നോക്കാം. എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ് എഴുതിയാൽ കോസ് ആൽഫ സൈൻ ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ, ഇങ്ങനെ എഴുതാം. എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, കോസ് ആൽഫ സൈൻ ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ, ഇതാണ് എ എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യും. രണ്ടും 2/2 മെട്രിക്സ് ആയതുകൊണ്ട് സെയിം ഓർഡർ ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ സാധിക്കും. നമുക്കപ്പം കോസ് സ്ക്വയർ ആൽഫ മൈനസ് സൈൻ സ്ക്വയർ ആൽഫ, ഇങ്ങനെയാണ് കോസ് സ്ക്വയർ ആൽഫ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ. നമ്മൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി അടുത്ത ഫസ്റ്റ് റോ സെക്കൻഡ് കോളം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എഴുതാം. ഇതിനെ നമുക്ക് കോസ് ആൽഫ സൈൻ ആൽഫ, അപ്പോൾ ഇത് കൂടെ മൾട്ടിപ്ലൈ. ഇനി അടുത്ത മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ. ഇപ്പോൾ ഒരു 2/2 മെട്രിക്സ് ആണ്. അതിന് 2 എലമെൻറ്റ് കിട്ടി. ഇനി ഇവിടെയും 2 എലമെൻറ്റ് കിട്ടണം. അതിന് വേണ്ടി നമ്മൾ ഈ റോയും ഫസ്റ്റ് കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം സൈൻ ആൽഫ കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ. ഇനി ഫസ്റ്റ് റോ സെക്കൻഡ് കോളമായിട്ട് സെക്കൻഡ് കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 1, ഇത് സെയിം ക്വാണ്ടിറ്റി ആയതുകൊണ്ട് 0 എന്ന് വരും. ഇവിടെയും സെയിം ക്വാണ്ടിറ്റി ആണ്, 0 വരും. ഇവിടെ 1 വരും. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്ന ഒരു ഐഡന്റിറ്റി മെട്രിക്സ് അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡറിലുള്ള ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അപ്പോൾ ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫൈൻഡ് ഹാഫ് ഓഫ് A plus A transpose and half of A minus A transpose when capital A is equal to 0 AB minus A 0 C minus B minus C 0. ഇപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ A plus A transpose by 2 A minus A transpose by 2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം ഇത് നോക്കാം. ഹാഫ് ഓഫ് A plus A transpose നോക്കാം. A plus A transpose എന്ന് പറയുന്നത് ഇതാണ്, 0 A B മൈനസ് A 0 C മൈനസ് B മൈനസ് C 0, ഇതാണ് A എന്ന് പറയുന്നത് മെട്രിക്സ്. പ്ലസ് എ ട്രാൻസ്പോസ് എടുത്താൽ ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 0 AB മൈനസ് A 0 C മൈനസ് B മൈനസ് C 0. ദാറ്റ് ഈസ് ഹാഫ് ഓഫ്. ഇതിൻ്റെ സം എടുക്കുമ്പോൾ കറസ്പോണ്ടിങ് എലമെൻറ്റ് സം എടുക്കുക. 0 A മൈനസ് A 0 B മൈനസ് B 0 മൈനസ് A പ്ലസ് A 0 0 പ്ലസ് 0 0 C മൈനസ് C 0 മൈനസ് ബി പ്ലസ് 0 0 മൈനസ് സി പ്ലസ് 0 0 അടുത്തത് 0 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഹാഫ് എടുക്കുമ്പോൾ എത്ര തന്നെ വരത്തുള്ളൂ, എല്ലാ എലമെൻറ്റും 0 ആയിട്ട് നമുക്ക് വരാൻ സാധിക്കും. അപ്പോൾ ഇതായിരിക്കും നമുക്ക് ഹാഫ് ഓഫ് എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയും. ഇതേപോലെ തന്നെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഹാഫ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസും നമുക്ക് കണ്ടുപിടിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇവിടെ ഒരു മൈനസ് ഇട്ട് കൊടുത്ത് വെച്ചാൽ ദാറ്റ് ഈസ് ഹാഫ് ഓഫ്. എലമെൻറ്റ്സ് സബ്ട്രാക്ട് ചെയ്ത് എഴുതാം. 0 മൈനസ് 0 0 ആണ്. എ മൈനസ് മൈനസ് എന്ന് പറയുമ്പോൾ 2A വരും.
ബി മൈനസ് ബി 2b വരും. ബി പ്ലസ് ബി എന്ന് പറയുമ്പോൾ 2b വരും. ഇനി മൈനസ് എ എന്ന് പറയുമ്പോൾ -2a, 0 + 0 0, സി മൈനസ് സി 2c എന്ന് വരും. ഇനി ഇവിടെ വരുമ്പോൾ -b -2b -2c -2c 0 + 0 0 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ എല്ലാം പകുതി എടുത്ത് നമുക്ക് എന്ത് വരും? 0a b -a 0 c -b -c 0. അപ്പോൾ ഇതായിരിക്കും ഹാഫ് ഓഫ് a - a ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വരും. ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വരാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇഫ് a is equal to cos alpha minus sin alpha cos alpha and a plus a transpose is equal to I. Find the value of alpha. Find the value of alpha. ഇതാണ് നമുക്ക് കാണാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. A is equal to cos alpha minus sin alpha cos alpha. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എ ട്രാൻസ്പോസ് ഇവിടെ നിന്ന് കണ്ടാൽ അങ്ങനെ എഴുതാൻ സാധിക്കും. cos alpha minus sin alpha cos alpha. ഇതായിരിക്കും എ ട്രാൻസ്പോസ്. നമുക്കിതിൻ്റെ രണ്ടിൻ്റെ സം ഐ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് എ പ്ലസ് എ ട്രാൻസ്പോസ് ഒന്ന് കണ്ടാൽ എന്ത് വരും നോക്കാം. cos alpha minus sin alpha cos alpha plus cos alpha sin alpha minus sin alpha cos alpha. അപ്പോൾ എന്ത് വരും? ഇവിടെ 2 cos alpha എന്ന് വരും. ഇവിടെ സം എടുക്കുമ്പോൾ 0 വരും. ഇവിടെ 0 വരും. sin alpha plus minus sin alpha 0 വരും. 2 cos alpha എന്ന് വരും. അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ പ്ലസ് എ ട്രാൻസ്പോസ് ഇക്വൽ ടു ഐ എന്നാണ്. എ പ്ലസ് എ ട്രാൻസ്പോസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 2 cos alpha 0 0 2 cos alpha. അപ്പോൾ ഐ സെക്കൻഡ് ഓർഡർ ആയതുകൊണ്ട് നമുക്ക് 1 0 0 1 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 2 cos alphയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. Therefore 2 cos alpha is equal to 1. അപ്പോൾ നമുക്ക് cos alphയുടെ വാല്യൂ എന്നാ പറയാം? 1/2 എന്ന് പറയാം. നമുക്കറിയാം cos alpha 1/2 വരുന്നത് π/3 ആണ്. cos 60 ആണ് ഹാഫ്. പക്ഷേ പല വാല്യൂസിന് ഹാഫ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ cos alpha നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. cos alpha is equal to cos π/3 എന്ന് എഴുതാം. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്. if cos alpha is equal to cos theta, alpha is equal to 2n plus pi plus theta where n belong to z എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ എടുക്കാൻ വേണമെങ്കിൽ നമുക്ക് π/3 ഓപ്ഷൻ π/3 എന്നും എല്ലാം തന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ എഴുതാമായിരുന്നു. പക്ഷേ ഇവിടെ ഒരു ജനറൽ കേസ് cos alphയ്ക്ക് പല ആംഗിളിന് ആൽഫയ്ക്ക് ഹാഫ് വരാൻ സാധ്യതയാണ്. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ട്രിഗ്നോമെട്രിയുടെ സൊല്യൂഷൻ വെച്ച് നമ്മളിങ്ങനെ പറയുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ആൽഫ എന്ന് പറയാൻ സാധിക്കും. therefore alpha is equal to 2n pi plus π/3 where n belong to z എന്ന് പറയാൻ സാധിക്കും. 2n pi plus π/3 2n pi plus π/3 where n belong to z. അപ്പോൾ ആൽഫയ്ക്ക് ഇങ്ങനെയുള്ള വാല്യൂസ് എല്ലാം വരാം. അപ്പോൾ പല വാല്യൂസ് ആൽഫയ്ക്ക് വരാം. ഈ cos alpha 1/2 വരുന്ന അനേകം വാല്യൂസ് ഉണ്ട്. അത് കാണാൻ ആൽഫ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പറ്റുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരും. Express the following matrices.
as the sum of a symmetric matrix and skew symmetric matrix. അപ്പോൾ നമ്മളൊരു ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഒന്ന് പറഞ്ഞിരിക്കുന്നത് 3, 5, 1 - 1 ഒരു 2x2 മെട്രിക്സും ഉണ്ട്. ഒരു 3x3 സ്ക്വയർ മെട്രിക്സ് തന്നിട്ടുണ്ട്. 1, 4 - 1 2, 5 - 4 2, 5 4 ആണ്. -1 -6 3 1, 4 - 1 2, 5 4 -1 -6 3. അപ്പോൾ ഇങ്ങനെ എഴുതാനായിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട് ഏത് സ്ക്വയർ മെട്രിക്സിനെ നമുക്ക് സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് എഴുതാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് ഫസ്റ്റ് പാർട്ട് ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ എ എന്ന് പറയുന്നത് സപ്പോസ് എ ഇസ് ഈക്വൽ നമ്മൾ ഈ തന്നിരിക്കുന്ന സ്ക്വയർ മെട്രിക്സിനെ എ ആയിട്ട് അങ്ങ് എടുക്കുകയാണ്. 1 - 1 ഇതിനെ ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിനെ സമ്മായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ അറിയാം A + A ട്രാൻസ്പോസ് ബൈ 2 എന്ന് പറഞ്ഞാൽ സിമെട്രിക് മെട്രിക്സും A - A ട്രാൻസ്പോസ് ബൈ 2 എന്ന് പറഞ്ഞാൽ സ്ക്യൂ സിമെട്രിക് മെട്രിക്സും ആണെന്ന് അറിയാം. അതിനുവേണ്ടി നമ്മൾ ഹാഫ് ഓഫ് A + A ട്രാൻസ്പോസ് ഒന്ന് കാണും. നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ് 3, 5 1 - 1 ആണ്. ഇനി അതിൻ്റെ ട്രാൻസ്പോസിൻ്റെ കൂടെ സം എടുക്കുക. അപ്പോൾ അത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ് എഴുതിയാൽ 3, 5 1 - 1 ആണെന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് ഹാഫ് ഓഫ്. ഇതെങ്ങനെയാണ് മെട്രിക്സ് സം ചെയ്യുന്നത്? കറസ്പോണ്ടിങ് എലമെൻറ്റ്സിന് സം 3 + 3 6 5 + 1 6 1 + 5 6 -1 -2 എന്ന് വരും. അപ്പോൾ ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഹാഫ് എടുക്കാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? എല്ലാത്തിനും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 3 3 -1 എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ നോക്കിയാൽ ഇതൊരു സിമെട്രിക് മെട്രിക്സ് അല്ലേ നോക്കിയാൽ ഡയഗണൽസ് എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പുറം ഇപ്പുറം വരുന്ന സിമെട്രിക് ആയതുകൊണ്ട് ഇതിനെ നമുക്കൊരു സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാൻ സാധിക്കും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഹാഫ് ഓഫ് A - A ട്രാൻസ്പോസ് എന്നാണ് 1/20. ഇവിടെ പ്ലസിന് പകരം നമുക്ക് മൈനസ് എഴുതിയാൽ 3, 5 1 - 1 മൈനസ് ഇവിടെ 3, 1 5 - 1. അപ്പോൾ ഹാഫ് ഓഫ് ഇവിടെ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? 3 - 3 0 5 - 1 4 വരും. 1 - 5 -4 വരും. -1 + 1 0 വരും. അപ്പോൾ ഇതിനെ ഹാഫ് എടുത്താൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? 0 2 പകുതി വെച്ചെടുത്താൽ മതി. -2 0. ഇതെന്ത് മെട്രിക്സ് ആണ്? ഡയഗണൽ എലമെന്റ് 0 അപ്പുറം ഇപ്പുറം മൈനസ് വരുന്നുണ്ട്. ഇത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് ഹാഫ് ഓഫ് A + A ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഒരു സിമെട്രിക് മെട്രിക്സും ഹാഫ് ഓഫ് A - A ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സും ആയിട്ട് കിട്ടും. നമുക്ക് ഇതിന് രണ്ടിൻ്റെയും കൂടെ സമം നോക്കാം. ദാറ്റ് ഈസ് ഹാഫ് ഓഫ് A + A ട്രാൻസ്പോസും ഹാഫ് ഓഫ് A - A ട്രാൻസ്പോസും കൂടെ എൻ്റെ സമം ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 3 3 3 - 1. ഇവിടെ കിട്ടിയിരിക്കുന്നത് 0 2 -2 0 ആണ്. അപ്പോൾ ഇതെടുക്കുമ്പോൾ നമുക്ക് സം തന്നെ പറ്റും. 3 5 3 - 2 1 വരും. ഇവിടെ -1 വരും. 3 5 1 - 1 ഇത് തന്നെയല്ലേ എ നോക്കി. അപ്പോൾ നമ്മുടെ റിസൾട്ട് വെരിഫൈ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ എ നമുക്ക് എന്തായിട്ട് എഴുതാം? ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ സമ്മായിട്ട് എഴുതാൻ സാധിക്കും. ഇതാണ് നമ്മുടെ എ പാർട്ടിൻ്റെ ആൻസർ. അവിടെ നമുക്ക് ബി പാർട്ട് നോക്കാം. ഇവിടെ ഒരു സ്ക്വയർ മെട്രിക്സ് തന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു സ്ക്വയർ മെട്രിക്സ് 2/2 3/3 ഒരു സ്ക്വയർ മെട്രിക്സ് തന്നിട്ട് അതിനെ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കിത് ഒരു 3/3 മെട്രിക്സ് എങ്ങനെ ചെയ്യുന്നു? അപ്പോൾ ഞാൻ ഈ ഒരു മെട്രിക്സിനെ ഞാൻ എ എന്നാണ് വിളിക്കുക. അപ്പോൾ എ ട്രാൻസ്പോസ് നമുക്ക് ലെറ്റ് P = ഹാഫ് ഓഫ്
എ പ്ലസ് എ ട്രാൻസ്പോസ് അതിനെ നമുക്ക് പി എന്നൊന്ന് വിളിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാം. ഹാഫ് ഓഫ് ഈ രണ്ട് മെട്രിക്സിൻ്റെയും കൂടെ സമ്മാണ്. ഈ മെട്രിക്സിൻ്റെയും അതിൻ്റെ ട്രാൻസ്പോസിൻ്റെയും കൂടെ സം നമുക്ക് നോക്കാം. ഇതിൻ്റെ ട്രാൻസ്പോസ് എഴുതുമ്പോൾ 1 4 -1 2 5 4 -1 -6 3 ആണ്. അപ്പോൾ ഇതിൻ്റെ ഹാഫ് എടുക്കുമ്പോൾ ഹാഫ് ഓഫ് 1 + 1 2 കറസ്പോണ്ടിങ് എലമെൻസിൻ്റെ സമ്മ് 2 + 4 6 വരും. -1 + -1 -2 വരും. 2 + 4 6 5 + 5 10 4 - 6 -2 -1 -1 -2 4 - 6 -2 എന്ന് വരും. 3 + 3 6 എന്ന് വരും. അപ്പോൾ ഇതിന് ഹാഫ് എടുക്കുമ്പോൾ എല്ലാ എലമെൻസിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതിയാൽ നമുക്ക് 1 3 -1 3 5 -1 -1 3 എന്ന് എഴുതാൻ സാധിക്കും. നോക്കിയാൽ ഇതൊരു സിമെട്രിക് മെട്രിക്സ് അല്ലേ നോക്കിയാൽ ഡയഗണൽസ് എന്തെങ്കിലും ആയിക്കോട്ടെ. 3 -1 -1 ഇവിടെ -1 സെയിം ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമുക്കിതിനെ ഒരു സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാൻ സാധിക്കും. ഇനി നമുക്ക് അതുപോലെ തന്നെ ക്യൂ ഹാഫ് ഓഫ് ക്യൂ എന്ന് പറയുന്നത് ഇവിടെ എഴുതാം. ക്യൂ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് എടുക്കാം. ദാറ്റ് ഈസ് ഹാഫ് ഓഫ് എ എന്ന് പറയുന്നത് ഈ എലമെന്റ് ഈ മെട്രിക്സ് ആണ്. 2 6 -2 6 10 -2 -2 -2 6 മൈനസ് ആണ് ഇവിടെ എഴുതേണ്ടത്. ഇതിൻ്റെ ട്രാൻസ്പോസ് എഴുതിയാൽ ഇവിടെ എഴുതിയിട്ടുണ്ട് നമ്മൾ 1 4 -1 2 5 4 -1 -6 3. അപ്പോൾ ദാറ്റ് ഈസ് ഹാഫ് ഓഫ്. സബ്ട്രാക്ട് ചെയ്ത് എഴുതിയാൽ നമുക്ക് മാത്തമാറ്റിക്സ് ആയിട്ട് എഴുതിയാൽ 2 -1 1 വരും. 6 -2 4 വരും. ഇത് -3 വരും. നമുക്കിവിടെ ഇവിടെ നമുക്ക് എ മൈനസ് എ ട്രാൻസ്പോസ് ആണ്. എ മൈനസ് ട്രാൻസ്പോസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹാഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സ് ആണ്. 1 4 -1 2 5 4 -1 -6 3 ആണ്. മൈനസ് ട്രാൻസ്പോസ് നമുക്ക് ഇവിടെ നിന്ന് എഴുതാം. 1 4 -1 2 5 4 -1 -6 3. ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത്. ഇതാണ് 1 4 -1 2 5 4 -1 -6 3 ആണ്. അതിൻ്റെ ട്രാൻസ്പോസ് അപ്പുറത്ത് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ ഡിഫറൻസ് എടുത്താൽ 1 -1 0 വരും. 4 -2 2 വരും. -1 ഇവിടെ 0 വരും. 2 -4 -2 വരും. 5 -5 0 വരും. 4 -10 വരും. 4 -6 10 ആണ്. -1 + 1 0 വരും. -6 -4 -10 വരും. പിന്നെ 3 -3 0 വരും. അപ്പോൾ തന്നെ ഡയഗണൽ എലമെന്റ് 0 ആണെന്ന് നമുക്കറിയാം. അതിനെ ഹാഫായിട്ട് എടുത്താൽ 0 1 0 -1 0 5 വരും. 0 -5 0. അതൊക്കെ നമുക്ക് കിട്ടുന്നത് 0 1 0 -1 0 5 0 -5 0. അപ്പോൾ ഇത് ഒരു ഡയഗണൽസ് എല്ലാം 0 ആണ്. അപ്പോൾ ഇപ്പുറം മൈനസ് ആണ് വരുന്നത്. അപ്പുറത്തെല്ലാം മൈനസ് വരുന്നതുകൊണ്ട് ഇത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ നമുക്ക് പിയും ക്യൂവും കിട്ടി. പി പ്ലസ് ക്യൂ എന്ന് നോക്കാം. പി എന്ന് പറയുന്നത് ഇതാണ്. 1 3 -1 3 5 -1 -1 -1 3
ക്യൂ എന്ന് പറയാൻ നമുക്കിപ്പോൾ കിട്ടി 0 1 0 -1 0 5 0 -5 0. ഇത് രണ്ടും കൂടെ സമം ഒന്ന് എടുത്ത് നോക്കാം. 1 + 0 1, 3 + 1 4, -1 0 അപ്പോൾ -1 വരും, 3 - 1 2 വരും, ഇവിടെ 5 4 വരും, ഇവിടെ -1 -6 3 എന്ന് വരും. അപ്പോൾ 1 4 -1 2 5 4 -1 -6 3 ഏതന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ പി എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആയിട്ടും ക്യൂ എന്ന് പറയുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിട്ടും കിട്ടി. ഈ പിൻ്റെയും ക്യൂവിൻ്റെയും സം എടുത്തപ്പോൾ നമുക്ക് ഒറിജിനായിട്ടുള്ള എ എന്ന് പറയുന്ന ആ ഒരു മെട്രിക്സ് തന്നെ കിട്ടി. ഇതിൽ നമുക്ക് എന്തർത്ഥമാക്കാം, ഏതൊരു സ്ക്വയർ മെട്രിക്സിനെ നമുക്ക് സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് മെട്രിക്സസ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അതായത് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ച പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിളും മെട്രിക്സസുമായിട്ട്, അതായത് മെട്രിക്സിൻ്റെ ചില പ്രോബ്ലംസ് നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് അങ്ങനെ പ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് ഈ മെട്രിക്സസിൻ്റെ n belong to n എന്നോ a⁻n എന്നോ അങ്ങനെയൊക്കെ കാണുന്ന പ്രോബ്ലം കാണുമ്പോൾ ഓർത്തോണം ഇത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്, നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതും, പി ഓഫ് n എന്ന് പറയും. ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ പി ഓഫ് n എന്ന് വിളിച്ചിട്ട് നമ്മൾ പി ഓഫ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. എന്നിട്ട് പിന്നെ അസ്യൂം ചെയ്യും. എന്താ അസ്യൂം ചെയ്യുന്നത്, പി ഓഫ് കെ ഈസ് ട്രൂ എന്നും പറഞ്ഞ് അസ്യൂം ചെയ്യും. എന്നിട്ട് പ്രൂവ് ചെയ്യും. എന്താണ് പ്രൂവ് പി ഓഫ് കെ + 1 ഈസ് ട്രൂ എന്ന് പറഞ്ഞ് നമ്മൾ പ്രൂവ് ചെയ്യും. അപ്പം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ പി ഓഫ് n എന്ന് എഴുതും, പി ഓഫ് 1 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. പിന്നെ അസ്യൂം ചെയ്യുക, പി ഓഫ് കെ ട്രൂ ആണെന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്യുക. n കാണുന്നിടത്ത് കെ ഇട്ടു നമ്മൾ പി ഓഫ് കെ ട്രൂ ആണെന്ന് പറഞ്ഞ് അസ്യൂം ചെയ്തിട്ട് പി ഓഫ് കെ + 1 ട്രൂ ആണെന്ന് നമ്മൾ ഇതിൻ്റെ അസംഷനിൽ നമ്മൾ പി ഓഫ് കെ + 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ച് മെട്രിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇഫ് മെട്രിക്സ് A is equal to 3 4 1 - 1 then prove that a⁻n എന്നൊരു മെട്രിക്സ് തന്നിരിക്കുകയാണ്. ഇവിടെ എല്ലാം n ഉണ്ട്, വേറെ n ഇസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ നാച്ചുറൽ നമ്പർ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് n belong to n എന്നോ അല്ലെങ്കിൽ n is a പോസിറ്റീവ് നാച്ചുറൽ നമ്പർ എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ മെത്തേഡ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് ചെയ്യാനാണെന്ന് ഓർത്താം. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ നമുക്കറിയാം പി ഓഫ് n എന്നൊക്കെ ചേർക്കുമ്പോൾ n ഒക്കെ ഉള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പി ഓഫ് n എന്നാണ് അസ്യൂം ചെയ്യുകയാണ്. പി ഓഫ് n a⁻n is equal to 1 + 2n -4n n 1 - 2n. ഇത് നമ്മൾ ഈ a⁻n എന്നുള്ളത് പി ഓഫ് n എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുക്കുകയാണ്. പിന്നെ നമ്മുടെ സ്റ്റെപ്പ് എന്തായിരുന്നു, പി ഓഫ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ n കാണുന്നിടത്ത് നമുക്ക് പി ഓഫ് 1 നോക്കാം. n കാണുന്നിടത്ത് 1 കൊടുത്തു കഴിയുമ്പോൾ എന്താണ് a⁻1 is equal to n കാണുന്നിടത്തെല്ലാം 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 1 + 2 × 1 -4 × 1 1 1 - 2 × 1 എന്ന്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതൊരു മെട്രിക്സ് ആയിട്ട് നമ്മൾ എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും, ഇത് പിന്നെ 1 + 2 എന്ന് പറയുമ്പോൾ 3 ആണ്, ഇത് -4 വരും, ഇത് 1 ആണ്, ഇത് 1 - 2 -1 വരും. അത് n തന്നെയല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഈ a തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ പി ഓഫ് 1 നമ്മൾ a⁻n ആണെന്നിടത്ത് അല്ല n കാണുന്നിടത്തല്ല 1 ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് a തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് പി ഓഫ് 1 ഈസ് ട്രൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം n കാണുന്നത് 1 ഇട്ടപ്പോൾ നമുക്ക് a തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഇവിടെ n കാണുന്നിടത്തെല്ലാം 1 ഇട്ടപ്പോൾ നമുക്ക് ഈ a തന്നെ കിട്ടിയതുകൊണ്ട് പി ഓഫ് 1 ട്രൂ ആണെന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്തായിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, അസ്യൂം ചെയ്യുന്നത് എന്താണ്, സപ്പോസ് പി ഓഫ് കെ ഈസ് ട്രൂ ഓർ അസ്യൂം ദാറ്റ് എന്ന് പറഞ്ഞ് എഴുതിയാലും മതി. അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. പി ഓഫ് കെ ട്രൂ ആണെന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ പി ഓഫ് കെ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, പി ഓഫ് കെ എന്ന് പറഞ്ഞാൽ n കാണുന്നത് k ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ a⁻k = 1 + n കാണുന്നിടത്തെല്ലാം k ഇട്ട് കൊടുത്താൽ 1 + 2k -4k, ഇവിടെ k
അതിൻ്റെ അടുത്ത് 1 മൈനസ് 2k. അപ്പോൾ ഇത് a റൈസ് ടു k എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. അത് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ട് ഇനി p ഓഫ് k പ്ലസ് 1 നമ്മൾ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് p ഓഫ് k പ്ലസ് 1 എന്ന് പറയുന്നത്? എന്താണ് ഈ k കാണുന്നിടത്ത് നമുക്ക് k പ്ലസ് 1 ഇട്ട് കൊടുക്കും. അപ്പം നമുക്കിവിടെ ചെയ്യേണ്ടത് a റൈസ് ടു k പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് a റൈസ് ടു k പ്ലസ് 1 നമുക്കറിയാം a റൈസ് ടു k ഇൻറ്റു a റൈസ് ടു 1 ആണ്. a റൈസ് ടു m ഇൻറ്റു a റൈസ് ടു n ഇസ് a റൈസ് ടു m പ്ലസ് n എന്ന് പറയുന്ന പോലെ a റൈസ് ടു k പ്ലസ് 1 നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. ഇനി a റൈസ് ടു k എന്താണെന്നാണ് നമ്മളിവിടെ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത്? ഒരു മെട്രിക്സ് ആണ് 1 പ്ലസ് 2k മൈനസ് 4k k 1 മൈനസ് 2k. ഇനി ഇത് ഇൻറ്റു എന്നുള്ളതാണ്. എ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ മെട്രിക്സ് തന്നെയാണ്. അതൊരു സെക്കൻഡ് ഓർഡർ മെട്രിക്സ് ആണ്. 2/2 3 മൈനസ് 4 1 മൈനസ് 1 ആണ്. അപ്പോൾ ഈ രണ്ട് മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ പ്രോഡക്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതായത്? 3 ഇൻറ്റു 1 പ്ലസ് 2k എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 1 3 പ്ലസ് 2k ഇൻറ്റു 3 6k എന്ന് വരും. ഇപ്പോൾ ഈ എലമെൻറ്റിനായി പിന്നെ പ്ലസ് മൈനസ് 4k ഇൻറ്റു 1 ദാറ്റ് ഈസ് മൈനസ് 4k. ഇപ്പോൾ ഫസ്റ്റ് എലമെൻ്റ് ആയി. ഇനി സെക്കൻഡ് എലമെൻറ്റ് ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം നോക്കാം. 1 പ്ലസ് 2k ഇൻറ്റു മൈനസ് 4 ആണ്. അപ്പോൾ മൈനസ് 4 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് 4 മൈനസ് 8k എന്ന് വരും. തീർന്നില്ല. മൈനസ് 4k ഇൻറ്റു മൈനസ് 1 മീൻസ് പ്ലസ് 4k എന്ന് വരും. ഇപ്പോൾ രണ്ട് എലമെൻറ്റ്. ഇനി രണ്ട് എലമെൻറ്റ് കൂടെ നമുക്ക് ഇവിടെ വേണം. അതിൻ്റെ സെക്കൻഡ് റോ എടുക്കുന്നു, ഫസ്റ്റ് കോളം എടുക്കുന്നു. k ഇൻറ്റു 3 3k പ്ലസ് 1 മൈനസ് 2k. അപ്പം സെക്കൻഡ് റോ ഫസ്റ്റ് കോളം കഴിഞ്ഞു. ഇനി ഇവിടെ നമ്മളെ സെക്കൻഡ് റോ സെക്കൻഡ് കോളം എടുക്കാം. അപ്പം മൈനസ് 4 ഇൻറ്റു k മൈനസ് 4k മൈനസ് ഓഫ് ദിസ് ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് മൈനസ് 1 പ്ലസ് 2k എന്ന് വരും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് നോക്കാം. 3 പ്ലസ് 2k എന്ന് വരും. കാരണം 6k മൈനസ് 4k 2k ആണ്. ഇവിടെയാണെങ്കിൽ നമുക്ക് മൈനസ് 4 മൈനസ് 4k എന്ന് വരും. കാരണം മൈനസ് 8k പ്ലസ് 4k എന്ന് പറയുമ്പോൾ മൈനസ് 4k എന്നാണ് വരും. ഇവിടെയാണെങ്കിൽ 3k ഇവിടെ നമുക്ക് 3k മൈനസ് 2k എന്ന് പറയുമ്പോൾ എത്രയാണ്? k പ്ലസ് 1 എന്ന് വരും. ഇവിടെയാണെങ്കിലോ മൈനസ് 4k പ്ലസ് 2k എന്ന് പറയുമ്പോൾ മൈനസ് 2k മൈനസ് 1 എന്ന് വരും. ഇതാണ് നമുക്ക് k പ്ലസ് 1 ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പാടില്ല. നമുക്ക് നോക്കാം. ഇതിനെ നമുക്ക് 1 പ്ലസ് 2 ഇൻറ്റു k പ്ലസ് 1 മൈനസ് 4 ഇൻറ്റു k പ്ലസ് 1 k പ്ലസ് 1 1 മൈനസ് 2 ഇൻറ്റു k പ്ലസ് 1 എന്ന് എഴുതാമോ നമുക്കൊന്ന് നോക്കാം. എന്താണ് ഈ എഴുതിയിരിക്കുന്നത്? ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാമോ നോക്കാം. അതായത് 1 പ്ലസ് 2k പ്ലസ് 2 എന്ന് പറയുമ്പോൾ എന്താണ്? 2k പ്ലസ് 3 എന്ന് വരും. അതാണ് 3 പ്ലസ് 2k എന്ന് തന്നെയാണ് ഇത്. ഇനി ഇത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നോക്കാം. ഇവിടെ മൈനസ് 4 കോമൺ ഉള്ളതുകൊണ്ട് നമ്മൾ k പ്ലസ് 1 എന്ന് വരും. അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ എന്തായാലും മൈനസ് 4k മൈനസ് 4 അത് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഇവിടെ k പ്ലസ് 1 തന്നെ നമ്മൾ എഴുതിയിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ഇത് തന്നെയാണ് വരുന്നത്. നോക്കാം. 1 മൈനസ് 2k മൈനസ് 2. ഇപ്പോൾ 1 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് 1 വരും. ഇപ്പോൾ മൈനസ് 2k മൈനസ് 1 എന്ന് തന്നെ വരും. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതിൻ്റെ അർത്ഥം എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? നമ്മൾ a റൈസ് ടു k എന്ന് നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്? 1 പ്ലസ് 2k മൈനസ് 4k k 1 മൈനസ് 2k ആണ്. അപ്പോൾ a റൈസ് ടു k പ്ലസ് 1 pk പ്ലസ് 1 അല്ലെങ്കിൽ a റൈസ് ടു k പ്ലസ് 1 കാണാനായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് k വരുന്നിടത്തെല്ലാം k പ്ലസ് 1 വരുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കിയത്. നോക്കിയേ, k വരുന്നിടത്തെല്ലാം k പ്ലസ് 1 അല്ലേ വന്നിരിക്കുന്നത്? നോക്കിയേ, ഇവിടെ k വരുന്നിടത്ത് k പ്ലസ് 1 വന്നു. 1 മൈനസ് 2 ഇൻറ്റു k കാണുന്നിടത്ത് k പ്ലസ് 1 വന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? p ഓഫ് k പ്ലസ് 1 ഈസ് ട്രൂ when p ഓഫ് k ഈസ് ട്രൂ. അപ്പോൾ നമ്മൾ എന്താ പ്രൂവ് ചെയ്തത്? നമ്മൾ ആദ്യം പറഞ്ഞു p ഓഫ് 1 ഇത് ശരിയാണെന്ന് പറഞ്ഞു. അത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി p ഓഫ് k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക എന്ന് പറഞ്ഞാൽ, അസ്യൂം ചെയ്യുക എന്ന് പറഞ്ഞാൽ a റൈസ് ടു k ഇതാണ്, ഈ ഒരു മെട്രിക്സ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ a റൈസ് ടു k പ്ലസ് 1 ഇവിടെ k കാണുന്നിടത്തെല്ലാം k പ്ലസ് 1 ഇട്ട്
a+k+1 കണ്ടാൽ ഇവിടെ k കാണുന്നിടത്തെല്ലാം k+1 കിട്ടുന്നുണ്ടോ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കിയേ, അവസാനം ഇതല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ k കാണുന്നിടത്തെല്ലാം k+1 തന്നെ വരികയും ചെയ്തു. ആ മെട്രിക്സ് തന്നെ ഇവിടെയും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? p of k+1 is true whenever p of k is true. അപ്പോൾ ഇതിൽ നമുക്കിനി ഇൻഡക്ഷൻ ഉപയോഗിച്ച് എന്ത് പറയാൻ സാധിക്കും? Therefore, by the principle of mathematical induction, P of n is true for all n belong to n. n belong to n എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇൻറ്റിജർ തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു നമ്മളിവിടെ പ്രൂവ് ചെയ്ത് നമുക്കൊന്നുകൂടെ നോക്കാം. ആദ്യം ഒരു മെട്രിക്സ് തന്നിരിക്കുന്നു. നമ്മൾ ഇതാണ് പി ഓഫ് എൻ ആയിട്ട് നമ്മൾ പി ഓഫ് എൻ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തെടുക്കുകയാണ്. പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ n കാണുന്നിടത്തെല്ലാം 1 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് ഈ മെട്രിക്സ് തന്നെ കിട്ടി. പിന്നെ നമ്മൾ പി ഓഫ് കെ അസ്യൂം ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ a⁻, ഇവിടെ n കാണുന്നിടത്തെല്ലാം k ഇട്ടുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്തു. a⁻k കാണുകയാണെങ്കിൽ അതിന് പകരം ഇത് എഴുതാമെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. എന്നിട്ട് നമ്മൾ പി ഓഫ് k+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്. എന്താ പി ഓഫ് k+1 എന്ന് പറഞ്ഞാൽ തന്നെ a കാണുന്നിടത്തെല്ലാം k+1 ഇട്ട് കൊടുത്താൽ a⁻k+1 കിട്ടും. അതുതന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. ഇവിടെയും k കാണുന്നിടത്ത് k+1 തന്നെ കിട്ടുമോ റൈറ്റ് സൈഡിൽ നിന്നാണ് അത് ടെസ്റ്റ് ചെയ്തപ്പം k കാണുന്നിടത്തെല്ലാം നമുക്ക് k+1 കിട്ടി. അതിൻ്റെ അർത്ഥം എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് ഈ ഒരു തിയറം ശരിയാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുകയാണ്. അടുത്തായിട്ട് നമുക്ക് ഈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു പ്രോബ്ലം നോക്കാം. If A and B are square matrices of the same order such that AB is equal to BA, then prove by induction. Induction means method of principle mathematical induction that A B raised to n is equal to B raised to n A. ഇതാണ് ആദ്യ ഭാഗത്ത്. പിന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഈ രണ്ടാമത്തെ പാർട്ട് A B raised to n is equal to A raised to n B raised to n എന്ന് രണ്ട് പാർട്ടായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ നമുക്ക് ഈ ഒരു ഭാഗം A B is equal to B A ആണെങ്കിൽ A B raised to n is equal to B raised to n A എന്നുള്ള ആ ഒരു ഭാഗം ഇൻഡക്ഷൻ ഉപയോഗിച്ച് എങ്ങനെ പ്രൂവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പാർട്ട് നമുക്ക് ഇത്രയും ഭാഗമാണ്. ഇതുകൊണ്ട് നമുക്ക് പി ഓഫ് എൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ എടുക്കാൻ സാധിക്കും? എ ബി റൈസ് ടു എൻ ഈക്വൽ ടു ബി റൈസ് ടു എൻ ഇൻറ്റു എൻ. ഇനി പി ഓഫ് 1 നോക്കാം. പി ഓഫ് 1 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. എൻ കാണുന്നിടത്ത് 1 ഇട്ട് കൊടുത്താൽ എന്ത് വരും? എ ബി റൈസ് ടു 1 ഈക്വൽ ടു ബി റൈസ് ടു 1 എ എന്ന് പറഞ്ഞാൽ എ ബി ഈക്വൽ ടു ബി എന്നാണ്. അതുതന്നെയാണ് ഇവിടെ തിയറത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എയും ബിയും സ്ക്വയർ മെട്രിക്സസ് ആണ്. എങ്ങനെയാണ്? എ ബി ഈക്വൽ ടു ബി എ ആണ്. എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും ബി എയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും സെയിം ആണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് എന്തർത്ഥമാക്കി? therefore പി ഓഫ് 1 ഈസ് ട്രൂ എന്ന് മനസ്സിലായി. ഇനി നമ്മൾ എന്താ അസ്യൂം ചെയ്യേണ്ടത്? അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. എന്നിട്ട് അത് ഉപയോഗിച്ച് നമ്മൾ പി ഓഫ് k+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാം. എന്താ പി ഓഫ് കെ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പി ഓഫ് കെ എന്ന് പറഞ്ഞാൽ എന്താ? n കാണുന്നിടത്ത് k ഇട്ട് കൊടുക്കുക. എ ബി റൈസ് ടു കെ ഈസ് ഈക്വൽ ടു ബി റൈസ് ടു കെ എന്ന് പറഞ്ഞാൽ എ ബി റൈസ് ടു കെ എവിടെയെങ്കിലും കാണുകയാണ് അതിന് പകരം നമുക്ക് ബി റൈസ് ടു കെ ഇൻറ്റു എ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പി ഓഫ് k+1 ട്രൂ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? എ ബി റൈസ് ടു k+1 എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ബി റൈസ് ടു k+1 എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ബി റൈസ് ടു k+1 ഇൻറ്റു എ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ k വന്നാൽ ആ k കാണുന്നതെല്ലാം k+1 ആക്കി നമ്മൾ പ്രൂവ് ചെയ്താൽ മതി. അതാണ് നമ്മളെ പി ഓഫ് കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. പി ഓഫ് k+1 എന്ന് പറഞ്ഞാൽ എ ബി റൈസ് ടു k+1 ആണ്. ഇതിനെ നമുക്ക് എ ബി ഇൻറ്റു ബി റൈസ് ടു കെ എന്ന് എഴുതാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇത്ര എടുക്കാമെങ്കിൽ ബി ഇൻറ്റു ബി റൈസ് ടു കെ അല്ലെ ബി റൈസ് ടു k+1 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതിനെ ഒരു ബ്രാക്കറ്റ് കൂടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. എ ബി ഇൻറ്റു ബി റൈസ് ടു കെ എന്ന് എഴുതാം. ഇനി എ ബി കാണുകയാണെങ്കിൽ അതിന് പകരം നമുക്ക് എന്ത് എഴുതാം? ബി എന്ന് എഴുതാം. നമ്മൾ പി ഓഫ് 1 ട്രൂ ആയതുകൊണ്ട് ഇതിനെ നമുക്ക് ബി എ ഇൻറ്റു ബി റൈസ് ടു കെ എന്ന് എഴുതാം. ഇനി ഇതിനെ നമുക്ക് ബി ഇൻറ്റു എ ബി റൈസ് ടു കെ എന്ന് ഇങ്ങനെ എഴുതാൻ സാധിക്കും. കാരണം മെട്രിക്സ്
മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ് ആണ്. മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ്. അതുകൊണ്ട് നമുക്ക് ബ്രാക്കറ്റ് ഒക്കെ എങ്ങനെ വേണമെങ്കിലും ഇടാൻ സാധിക്കും. ദാറ്റ് ഈസ് ഇനി എ ബി റേസ് ടു കെ കാണുന്നിടത്ത് നമ്മൾ എന്താണ് അസ്യൂം ചെയ്തിരിക്കുന്നത്? ബി റേസ് ടു കെ എന്ന് എഴുതാൻ സാധിക്കും. അപ്പോൾ എ ബി റേസ് ടു കെ കാണുന്നിടത്ത് നമുക്ക് ബി റേസ് ടു കെ ഇൻറ്റു എ എന്ന് എഴുതാൻ സാധിക്കും. ഇതിന് കാരണം എന്താണ്? പി ഓഫ് കെ ഈസ് ട്രൂ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എ ബി റേസ് ടു കെ കാണുന്നിടത്ത് ബി റേസ് ടു കെ ഇൻറ്റു എ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇതിനെ ഇനി നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ബി ഇൻറ്റു ബി റേസ് ടു കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ബി റേസ് ടു കെ പ്ലസ് 1. ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഇങ്ങോട്ടൊന്ന് ഇങ്ങനെ എഴുതാൻ സാധിക്കും. അസോസിയേറ്റീവ് റൂൾ ഉപയോഗിച്ച് ഇങ്ങനെ എഴുതാം. അപ്പോൾ ബി റേസ് ടു കെ പ്ലസ് 1 എന്നാവും ഇൻറ്റു എ എന്ന് വരും. അപ്പോൾ ചുരുക്കത്തിൽ എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? നമ്മൾ അസ്യൂം ചെയ്ത് എ ബി റേസ് ടു കെ ഇസിക്കൽ ബി റേസ് ടു കെ ഇൻറ്റു എ ആണ്. അപ്പോൾ എ ബി റേസ് ടു കെ പ്ലസ് 1 എന്നുള്ളത് നമുക്ക് എന്താണ് എഴുതിയിരിക്കുന്നത്? എ ബി റേസ് ടു കെ പ്ലസ് 1 എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടി? കെ കാണുന്നിടത്ത് കെ പ്ലസ് 1 ആണ് കിട്ടിയെന്ന് നോക്കിയാൽ ബി റേസ് ടു കെ പ്ലസ് 1 ഇൻറ്റു എ എന്ന് കിട്ടി. ഇതിൻ്റെ അർത്ഥം എന്താണ്? therefore പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ when P of K is true. ഫസ്റ്റ് ഇയർ പഠിച്ച ഏതാടോ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആണ്. അപ്പോൾ ഇത്രയായി കഴിയുമ്പോൾ നമുക്ക് എന്നാ പറയാം? therefore by principle of mathematical induction P of n is true for all n belong to capital N. n belong to capital N. ഇത് for all എന്നാണ്. എല്ലാ എന്നിനും അക്ഷരങ്ങളിലുള്ള എല്ലാ എന്നിനും ഇത് ട്രൂ ആണ് നമ്മൾ പ്രൂവ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ എന്നാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എങ്ങനെയാണ്? എ ബി റേസ് ടു എൻ ഇസിക്കൽ ബി റേസ് ടു എൻ ഇൻറ്റു എ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്. എ ബി റേസ് ടു കെ ഇസിക്കൽ ടു ബി റേസ് ടു കെ ഇൻറ്റു എ എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് ഇത് എ ബി റേസ് ടു കെ ഇസിക്കൽ ബി റേസ് ടു കെ ഇൻറ്റു എ എന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മൾ അവസാനം പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് പറഞ്ഞ് നമ്മൾ ഈ റിസൾട്ട് പ്രൂവ് ചെയ്യുക. ഇനി നമുക്ക് ബി പാർട്ടിലേക്ക് വരാം. അപ്പോൾ നമ്മളിത് ഉപയോഗിച്ചുകൊണ്ട് വേണം ഇപ്പുറത്തോട്ട് ഫർദർ പ്രൂവ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്നിട്ട് ഇത് പ്രൂവ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പി ഓഫ് എൻ എങ്ങനെ എടുക്കാൻ സാധിക്കും? പി ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എ ബി റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റേസ് ടു എൻ ബി റേസ് ടു എൻ. ഈ രീതിയിലാണ് ഇവിടെ ഇതിൻ്റെ പ്രോഡക്റ്റ് റേസ് ടു എൻ എൻ്റെ പവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ പി ഓഫ് 1 ഇത് ശരിയാവുമോ നമുക്ക് നോക്കാം. എന്ന് പറഞ്ഞാൽ എന്താണ് പി ഓഫ് 1 എന്ന് പറയുമ്പോൾ എൻ കാണുന്നിടത്ത് 1 ഇട്ട് കൊടുത്താൽ എ റേസ് ടു 1 ഇൻറ്റു ബി റേസ് ടു 1 എന്ന് പറഞ്ഞാൽ എ ബി ഇസിക്കൽ ടു എ ബി തന്നെയാണ്. ഇപ്പോൾ എ ബി ഇസിക്കൽ ടു എ ബി എന്ന് പറഞ്ഞാൽ എപ്പോഴും ശരിയല്ലേ? രണ്ട് മെട്രിക്സ് എ ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് തന്നെയാണ് എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പം വിച്ച് ഈസ് ട്രൂ എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ പി ഓഫ് 1 ട്രൂ ആണ് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ എന്താ അസ്യൂം ചെയ്യേണ്ടത്? അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ എന്ന് പറഞ്ഞാൽ പി ഓഫ് കെ എന്താണ്? എൻ കാണുന്നിടത്ത് നമ്മൾ കെ ഇട്ട് കൊടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ എ ബി റേസ് ടു കെ ഈസ് ഈക്വൽ ടു എ റേസ് ടു കെ ബി റേസ് ടു കെ. ഇത് നമ്മളെ അസ്യൂം ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ എ ബി റേസ് ടു കെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അതിന് പകരം നമുക്ക് എ റേസ് ടു കെ ബി റേസ് ടു കെ നമുക്കിനി എഴുതാൻ സാധിക്കും. പി ഓഫ് കെ പ്ലസ് 1 ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി റേസ് ടു കെ പ്ലസ് 1. കെ കാണുന്നത് കെ പ്ലസ് 1 ഇടുമ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഇതാണ് എ റേസ് ടു കെ പ്ലസ് 1 ബി റേസ് ടു കെ പ്ലസ് 1 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എന്താ അസ്യൂം ചെയ്താണ് നമ്മളെ? എ ബി റേസ് ടു കെ ഇസിക്കൽ എ റേസ് ടു കെ ബി റേസ് ടു കെ എന്ന് അസ്യൂം ചെയ്തിട്ടാണ് നമുക്ക് അത് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്തെടുക്കേണ്ടത്? ഇത് ഉപയോഗിച്ച് അങ്ങനെ പ്രൂവ് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് എ ബി റേസ് ടു കെ ഇൻറ്റു എ ബി. ഇപ്പോൾ എ ബി റേസ് ടു 1 എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് എ ബി റേസ് ടു കെയും എ ബി റേസ് ടു 1 ആകുമ്പോൾ എ ബി റേസ് ടു കെ പ്ലസ് 1 ഉണ്ട്. പിന്നെ എ ബി റേസ് ടു കെക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? ഇവിടെ നമ്മൾ അസ്യൂം ചെയ്ത എ റേസ് ടു കെ ബി റേസ് ടു കെ ഇൻറ്റു എ ബി എഴുതി. അത് നമ്മൾ അസ്യൂം ചെയ്ത പി ഓഫ് കെ അസ്യൂം ചെയ്ത് അത് ട്രൂ ആണെന്ന് പറഞ്ഞാൽ അസ്യൂം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതാൻ സാധിച്ചത്. ഇനി നമ്മൾ എ റേസ് ടു കെ ഇൻറ്റു ബി റേസ് ടു കെ ഇൻറ്റു എ ഇൻറ്റു ബി നമ്മൾ അസോസിയേറ്റീവ് റൂൾ ഉപയോഗിച്ച് ബ്രാക്കറ്റ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാൻ സാധിക്കും. ഇനി നമ്മൾ ആദ്യ ഭാഗം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ബി റേസ് ടു കെ
ഇൻറ്റു എ എന്ന് കണ്ടാൽ നമുക്ക് എ ബി റേസ് ടു കെ എന്ന് എഴുതാൻ സാധിക്കും. ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് കെ ഇട്ട് കൊടുത്താൽ ബി റേസ് ടു കെ ഇൻറ്റു എ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? എ ബി റേസ് ടു കെ എന്ന് എഴുതാൻ സാധിക്കും. ഇൻറ്റു ബി എന്ന് എഴുതും. കാരണം നമ്മളിവിടെ അസ്യൂം ചെയ്തിട്ടുണ്ട്, ഇത് നമ്മളത് പ്രൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് വേണേലും വരാം. അപ്പം ബി റേസ് ടു കെ ഇൻറ്റു എ എന്ന് കണ്ടാൽ എ ബി റേസ് ടു കെ എന്ന് നമുക്ക് എഴുതാനും സാധിക്കും. ഇതിനെ വീണ്ടും നമ്മളിങ്ങനെയൊന്നും അസോസിയേറ്റീവ് റൂൾ ഉപയോഗിച്ച് ഇങ്ങനെ വേണം നമുക്കൊന്ന് എഴുതാൻ സാധിക്കും. ബി റേസ് ടു കെ ഇൻറ്റു ബി എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എ റേസ് ടു കെ പ്ലസ് 1 നമുക്ക് എഴുതാം, ബി റേസ് ടു കെ പ്ലസ് 1 എന്ന് എഴുതാൻ സാധിക്കും. അപ്പോൾ നമുക്കിതല്ലേ നമുക്ക് അവസാനം കിട്ടിയെന്ന് നോക്കി. എ ബി റേസ് ടു കെ അസ്യൂം ചെയ്ത് എ റേസ് ടു ബി റേസ് ടു കെ ആണെങ്കിൽ എ ബി റേസ് ടു കെ പ്ലസ് 1 കെ കാണുന്നിടത്ത് കെ പ്ലസ് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടണമായിരുന്നു? എ റേസ് ടു കെ പ്ലസ് 1 ബി റേസ് ടു കെ പ്ലസ് 1. അത് തന്നെയല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നു നോക്കി. Therefore, P of k plus 1 is true whenever P of k is true. അവസാനം നമുക്ക് പറയാം, therefore by principle of mathematical induction P of n is true for all n belong to n. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മെത്തേഡ് ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന ആ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ആദ്യ ഭാഗം ഇതേപോലെ രണ്ടാമത്തെ ഭാഗം നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും.